വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. നമ്മൾ സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് പഠിച്ചല്ലോ. അതായത് സിംഗിൾ കോട്ടിലോ ഡബിൾ കോട്ടിലോ അല്ലെങ്കിൽ ബാക്ക് ടിക്സ് ഉപയോഗിച്ചോ നിങ്ങൾക്ക് ഒരു സ്ട്രിംഗ് ജനറേറ്റ് ചെയ്യാം. ആ ഒരു സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് അതിന്റെ ടൈപ്പ് ഓഫ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രിംഗ് എന്നായിരിക്കും അതിന്റെ റിസൾട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ട്രിംഗിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഫങ്ഷനാലിറ്റീസ് ഉണ്ട്. അതായത് ഒരു സ്ട്രിംഗിൽ എത്ര ക്യാരക്ടർ ഉണ്ട് നോക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രിംഗ് ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, അങ്ങനെ ഒരുപാട്, അല്ലെങ്കിൽ അതിലുള്ള ഏതെങ്കിലും സ്ട്രിംഗ് റീപ്ലേസ് ചെയ്യാൻ, ഫൈൻഡ് ചെയ്യാൻ ഒരുപാട് ഫങ്ഷനാലിറ്റീസ് ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. നിങ്ങൾ സ്ട്രിംഗിൽ നിങ്ങൾ ഡബിൾ കോട്ടോ സിംഗിൾ കോട്ടോ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. നിങ്ങളുടെ പ്രൊജക്റ്റിൽ നിങ്ങൾ സിംഗിൾ കോട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലായിടത്തും സിംഗിൾ കോട്ട് തന്നെ ഉപയോഗിക്കാം, അല്ലാതെ മിക്സ് ആയിട്ട് ഉപയോഗിക്കരുത്. ഇപ്പോൾ എനിക്കിവിടെ ഒരു വേരിയബിൾ ഉണ്ട്, മെസ്സേജ്, ഹലോ വേൾഡ് എന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ട്. ആ ഒരു മെസ്സേജ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ ആണല്ലോ, അതായത് ഇതിന്റെ ടൈപ്പ് സ്ട്രിംഗ് ആയിരിക്കും. അതിൽ നമുക്ക് ഡോട്ട് ലെങ്ത് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് മെത്തേഡ് അല്ല, അതായത് ഫംഗ്ഷൻ അല്ല, ഡോട്ട് ലെങ്ത്. അതുകൊണ്ട് അവിടെ ബ്രാക്കറ്റ് ഇടണ്ട. ഡോട്ട് ലെങ്ത് എന്ന് ഡയറക്റ്റ് വിളിച്ചാണ് ഇത് കൺസോൾ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലെങ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ആ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത്, ഹലോ വേൾഡിന്റെ എത്ര ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതില് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. നമ്മൾ എണ്ണി നോക്കുമ്പോൾ 12 ഉണ്ടല്ലോ, പക്ഷെ റിസൾട്ട് 13 വന്നിട്ടുണ്ട്. അതെങ്ങനെ വന്നു എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട്. അവിടെ സ്പേസ് ഉണ്ടല്ലോ, ഹലോ കോമ കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ട്. ആ സ്പേസും ഒരു ക്യാരക്ടർ തന്നെയാണ്, അതുകൊണ്ടാണ് 13 വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും സ്പേസ് കൂടെ ക്യാരക്ടറിൽ കൗണ്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ മെസ്സേജ് ഡോട്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ ആ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 13 ആയിരിക്കും. ഇനി ഇവിടെ 1, 2 എന്ന് പറഞ്ഞ ഒരു നമ്പർ ആണ്. അപ്പോ നമ്പർ ടൈപ്പില് ലെങ്ത്, അപ്പൊ ഈ ഒരു വേരിയബിൾ മെസ്സേജ് എന്ന് പറഞ്ഞ വേരിയബിള് നമ്പർ ആണ്. ഡോട്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ അൺഡിഫൈൻഡ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് അങ്ങനെ ഒരു ലെങ്ത് എന്ന് പറയുന്ന സംഭവം ഇല്ല അതിന് എന്നുള്ളത്. അപ്പോൾ സ്ട്രിങ്ങിനുള്ളതാണ് ലെങ്ത് എന്ന് പറയുന്ന, സ്ട്രിങ്ങിനും അറേക്കൊക്കെ ഉണ്ട്. അല്ലാതെ നമ്പറിന് ലെങ്ത് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഇല്ല. ഇനി ഒരു സ്ട്രിങ്ങിലുള്ള ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലെറ്റർ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. എനിക്ക് STR എന്ന് പറഞ്ഞ ഒരു ഹെലോ എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് ഉണ്ട്. അതിൽ എനിക്ക് ആദ്യത്തെ ലെറ്റർ പ്രിന്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വേരിയബിൾ എന്നിട്ട് ഒരു അറേ പോലെ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇൻഡെക്സ് കൊടുക്കാം. എപ്പോഴും ഇങ്ങനത്തെ അറേന്റെ ഇൻഡെക്സ് കൊടുക്കുന്ന സമയത്ത് 0ത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് 0, 1, 2, 3, 4 അങ്ങനെയാണ് ഉണ്ടാവുക. നമുക്കത് റൺ ചെയ്ത് നോക്കാം. അപ്പൊ 0 എന്ന് കൊടുത്തപ്പോ എന്ത് വന്നു, അത് H ആദ്യത്തെ ലെറ്റർ വന്നു. ഇനി 3 കൊടുക്കാം. 3 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി എണ്ണുമ്പോൾ 4th വൺ ആയിരിക്കും വരിക, L, അല്ലെങ്കിൽ 5th കൊടുക്കാം. 5th കൊടുത്തപ്പോ എന്താണ്, അൺഡിഫൈൻഡ്. അങ്ങനെ ഒരു 5th ലെറ്റർ ഇല്ല. 0, 1, 2, 3, 4 മാത്രമേ ഉള്ളൂ. അപ്പൊ 4 കൊടുക്കാം. 4 കൊടുത്തപ്പോ അതിന് O വന്നു. അതാണ് 4th ഇൻഡെക്സിലുള്ളത്, 0, 1, 2, 3, 4. ഇനി നിങ്ങൾ പറയാണ് എനിക്ക് കൗണ്ട് ചെയ്യാനൊന്നും വയ്യ, പക്ഷെ എനിക്ക് അവസാനത്തെ ലെറ്റർ കിട്ടണം. ആദ്യത്തേത് കിട്ടണം എന്നുണ്ടെങ്കിൽ അറിയാം, ആദ്യത്തേത് എപ്പോഴും 0 ആയിരിക്കും, 0 കൊടുത്താൽ മതി. ഇനി അവസാനത്തേത് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്രയാണോ, ലെങ്ത് നമ്മൾ നേരത്തെ കണ്ടു, ലെങ്ത് നോക്കുമ്പോൾ എന്താണ് കിട്ടുക, 1, 2, 3, 4, 5 എന്ന് പറഞ്ഞാണ് കിട്ടുക. പക്ഷെ അവസാനത്തെ ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 4 ആയിരിക്കും. ആ 4 എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് നോക്കിയിട്ട് ലെങ്ത് നിന്ന് 1 മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ ഇൻഡെക്സ് ഡയറക്റ്റ് പാസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, STR ഡോട്ട് ലെങ്ത് -1 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. ആദ്യം ലെങ്ത് നോക്കും, ഓക്കെ ലെങ്ത് കിട്ടിയിട്ടുള്ളത് 5 ആണ്. -1 കാൽക്കുലേറ്റ് ചെയ്തിട്ട് 4 എന്നുള്ളത് ഇവിടെ പ്രിന്റ് ആവും. എന്നിട്ട് അടുത്ത STR ഓഫ് 4 എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് അത് കൺസോളിലേക്ക് പോകും. അങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തേക്കായിരിക്കും ഈ എക്സിക്യൂഷൻ വർക്ക് ആവും. അതും കൂടെ ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ എനിക്ക് കറക്റ്റ് O കിട്ടിയിട്ടുണ്ട്. ഇനി -2 ആണ് കൊടുക്കുന്നെങ്കിലോ ഒന്നും കൂടെ ബാക്കിലേക്ക് വന്നിട്ട്, അപ്പോൾ ലാസ്റ്റ് ഉള്ള ആ ഒരു L ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയാണ് സ്ട്രിങ്ങിന്റെ ലെങ്ത്തും അല്ലെങ്കിൽ സ്ട്രിങ് ആക്സസ് ചെയ്യുന്നതും ഈ ഒരു അപ്രോച്ച് ഉപയോഗിച്ചിട്ടാണ്. ഇനി ഈ ഒരു സ്ട്രിങ്, അതായത് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് നിങ്ങളെ സോഫ്റ്റ്വെയറിൽ. ആ ആപ്ലിക്കേഷൻ ഫോമിൽ യൂസേഴ്സിനോട് നെയിം ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് നമുക്ക് ആ നെയിം വേണ്ടത്, വേറെ എവിടെയെങ്കിലും പ്രിന്റ് ചെയ്യാനാണെന്ന് വിചാരിക്കും. അപ്പൊ അവിടെ അവർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാം സ്മോൾ ലെറ്റേഴ്സിലായിരിക്കും, ചിലപ്പോൾ ക്യാമൽ കേസിലായിരിക്കും, ചിലപ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലും ബാക്കി സ്മോൾ ലെറ്ററിലായിരിക്കും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, ക്യാപിറ്റൽ കേസിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ആ വേരിയബിൾ അവരെന്തോ ടൈപ്പ് ചെയ്തോട്ടെ, ആ ടൈപ്പ് ചെയ്ത് കിട്ടുന്നതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടു അപ്പർ കേസ് അല്ലെങ്കിൽ ടു ലോവർ കേസ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷനാലിറ്റീസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാനിവിടെ console.log str ഡോട്ട് ലെങ്ത് എന്ന് വിളിച്ച പോലെ തന്നെ ടു അപ്പർ കേസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് പ്രോപ്പർട്ടി അല്ല, മെത്തേഡ് ആണ്, ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് സ്ട്രിങ് ആണ് കൺവേർട്ട് ചെയ്യുന്നത്, ആ സ്ട്രിങ് ഡോട്ട് ടു അപ്പർ കേസ് എന്ന് വിളിച്ചു. നോക്കാം എന്താണ് വരിക എന്നുള്ളത്. അപ്പൊ അത് അപ്പർ കേസിലേക്ക് എല്ലാം ക്യാപിറ്റൽ കേസിലേക്ക് കൺവേർട്ട് ചെയ്ത് എന്റെ കൺസോൾ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഇത് തന്നെ അപ്പർ കേസ് എന്നുള്ള ലോവർ കേസ് ആക്കിയാലോ, ലോവർ കേസ് ആക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്മോൾ ലെറ്റേഴ്സിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ടു അപ്പർ കേസ് അല്ലെങ്കിൽ ടു ലോവർ കേസ് സ്ട്രിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. ആ ഒരു സ്ട്രിങ്ങിനെ അറിയ പോലെ ഇൻഡെക്സ് ഉപയോഗിച്ച് ആ ഒരു പൊസിഷനിലുള്ള ആ ഒരു പൊസിഷനിലുള്ള ക്യാരക്ടർ ഏതാണെന്ന് കണ്ടുപിടിക്കാം. അതിനു വേണ്ടിയിട്ട് വേറെയും ഒരു അപ്രോച്ച് ഉണ്ട്. അതിന്റെ ഫംഗ്ഷനാലിറ്റി, അതിന്റെ ഫംഗ്ഷനാണ് കാർ അറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സ്ട്രിങ് ഡോട്ട് കാർ അറ്റ്, അതായത് ഈ ഒരു പൊസിഷനിലുള്ള ക്യാരക്ടർ, എന്നിട്ട് അതിലേക്ക് ആ ഒരു പൊസിഷൻ പാസ് ചെയ്ത് കൊടുക്കും. ടു സെക്കൻഡ് പൊസിഷനിലുള്ള ക്യാരക്ടർ ഏതാണെന്ന് പ്രിന്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് പൊസിഷൻ നോക്കാം. ഫസ്റ്റ് പൊസിഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക ഇ ആണ് ഫസ്റ്റ് പൊസിഷൻ, 0th എന്ന് പറയുന്ന എച്ച് ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് പൊസിഷനിലുള്ള ആ ഒരു സ്ട്രിങ് റിട്ടേൺ ചെയ്യും. അതൊരു ഫംഗ്ഷൻ ആണ് ക്യാരക്ടർ എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഒരു സ്ട്രിങ് ഒരു പ്രത്യേക പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കണം എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ട്രിങ് ഉപയോഗിക്കാം. സബ്സ്ട്രിങ്ങിൽ നിങ്ങൾക്ക് ആദ്യം പാസ് ചെയ്യുന്നത് ഏത് ഇൻഡെക്സ് മുതലാണ്, ഈ സ്ട്രിങ്ങിൽ എവിടുന്ന് മുതലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ് ആദ്യം പാസ് ചെയ്യുക. അതായത് 0 മുതൽ വേണം. എവിടം വരെ, എൻഡ് എവിടെയാണ്, 0 1 2 3 4 5. പക്ഷെ നിങ്ങൾക്ക് ലാസ്റ്റ് കൊടുക്കുന്ന ഇത് സ്റ്റാർട്ട് ഇൻഡെക്സും ആണ്. ഇത് രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് എൻഡ് ഇൻഡെക്സ്. എൻഡ് ഇൻഡെക്സ് എക്സ്ക്ലൂഡഡ് ആയിരിക്കും, അതായത് 5th പൊസിഷനിൽ ഉണ്ടാവില്ല, അതായത് കോമ ഉണ്ടാവില്ല. അപ്പൊ ഇതെന്താണ് ഇതിന്റെ റിസൾട്ട് വരുന്നത് നോക്കാം. റിസൾട്ട് ഹലോ എന്നാണ്. അതായത് 0 മുതൽ 0 1 2 3 4 5th വരെ, പക്ഷെ 5th എക്സ്ക്ലൂഡഡ് ആയിരിക്കും. ഇങ്ങനെയാണ് സബ്സ്ട്രിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സ്ട്രിങ്ങിന്റെ ഒരു സബ് പാർട്ട് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഇനി അതേപോലെ തന്നെയുള്ള മറ്റൊരു ഫംഗ്ഷനാലിറ്റിയാണ് സബ് STR. സബ് STRൽ നിങ്ങൾ പാസ് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ഇൻഡെക്സും ലെങ്ത്തും ആണ്. അതായത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, പിന്നെ ലെങ്ത് എത്ര ക്യാരക്ടർ എടുക്കണം എന്നുള്ളത്. അത് സെയിം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ അവിടെ വന്നിട്ടുള്ളത് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യണം, 5 ലെങ്ത് ആണ്. അപ്പോൾ 1 2 3 4 5 ടോട്ടൽ 5 ക്യാരക്ടേഴ്സ് ആണ് വേണ്ടത് എന്നാണ് കൊടുത്തു. അപ്പോൾ ഈ ഒരു രണ്ട് അപ്രോച്ചും ഒരേപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ബാക്ക് സൈഡിലുള്ള ഈ ഒരു വേൾഡ് ആണ് കിട്ടുന്നുണ്ടെങ്കിലോ, അപ്പൊ സ്റ്റാർട്ട് ഇൻഡെക്സ് എത്രയാണ്, 0 1 2 3 4 5 6 7. 7ലാണ് സ്റ്റാർട്ട് ഇൻഡെക്സ്. ക്യാരക്ടർ നിങ്ങൾക്ക് എത്രയോ കൊടുക്കാം, 1 2 3 4 5 6 ഉണ്ട് അല്ലെ. അപ്പോൾ 6 കൊടുത്തതിന് അപ്പൊ നിങ്ങൾക്ക് ആ വേൾഡും എക്സ്ക്ലമേഷൻ മാർക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത് വേണ്ട എന്നുണ്ടെങ്കിൽ, എക്സ്ക്ലമേഷൻ മാർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ 5 കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് വേൾഡ് മാത്രം കിട്ടി. ഇങ്ങനെയാണ് സബ്സ്ട്രിങ് അല്ലെങ്കിൽ സബ് STR മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. രണ്ടിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് സബ്സ്ട്രിങ്ങിൽ സ്റ്റാർട്ട് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും ആണ് കൊടുക്കുന്നത്. സബ് STRൽ സ്റ്റാർട്ട് ഇൻഡെക്സും ലെങ്ത്തും ആണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ സ്ട്രിങ് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെംപ്ലേറ്റ് ലിറ്ററൽ ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെയുള്ള മറ്റൊരു അപ്രോച്ച് ഉണ്ട്. നിങ്ങൾക്ക് കോൺകാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ്ങിലുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ട്രിങ് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് നെയിം ജോൺ ഉണ്ട്, ലാസ്റ്റ് നെയിം ഡോ ഉണ്ട്. അത് നമ്മൾ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസോൾ ലോഗിന്റെ ഉള്ളിൽ ഫസ്റ്റ് നെയിം ഡോട്ട് കോൺകാറ്റ്, അതായത് ഫസ്റ്റ് നെയിമിനോട് ലാസ്റ്റ് നെയിം കൂട്ടിച്ചേർക്കണം. ഫസ്റ്റ് നെയിം ഡോട്ട് കോൺകാറ്റ് ഓഫ് ഒരു സ്പേസ് ഇടാൻ വേണ്ടിയിട്ടുള്ള സ്പേസും കൊടുത്തിട്ട് കോമ ലാസ്റ്റ് നെയിം. റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ജോൺ ഡോ പ്രോപ്പർ ആയിട്ട് സ്പേസ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ട്രിങ് ഉണ്ട്. ആ ഒരു സ്ട്രിങ്ങിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു അറേ ആക്കി മാറ്റണം, ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. അതായത് നമ്മളൊരു ഫീൽഡ് കൊടുത്തു, ടെക്സ്റ്റ് ഇൻപുട്ട് യൂസേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഒക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു കോമ ഇട്ട് ടൈപ്പ് ചെയ്യും അല്ലെ, കോമ ഇട്ട് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അഡ്രസ് എൻ്റർ ചെയ്യുന്നിടത്ത് കോമ ഇട്ടിട്ട് ആയിരിക്കും അധികവും അഡ്രസ് എൻ്റർ ചെയ്യുക. അപ്പോൾ അതൊക്കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു അറേ ആക്കി മാറ്റുക. അറേയിൽ 0ൽ വേണമെങ്കിൽ സ്ട്രീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അടുത്തത് ഡിസ്ട്രിക്റ്റ് ആയിരിക്കും, സ്റ്റേറ്റ് ആയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു കോമയോ അല്ലെങ്കിൽ ഏത് ക്യാരക്ടറോ ആവട്ടെ ഉപയോഗിച്ച് നമുക്ക്
സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു അറേ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫങ്ഷനാലിറ്റിയാണ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. എനിക്കിവിടെ ഒരു സ്ട്രിങ് ആപ്പിൾ കോമ ബനാന കോമ ഗ്രേപ്പ് ഉണ്ട്. അതിൽ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഫ്രൂട്ട്സ് എസ് കാണുമ്പോൾ തന്നെ അറിയാം ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണ് അല്ലെ. ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ അറേ ആയിരിക്കും. അപ്പൊ അതിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്, str ഡോട്ട് സ്പ്ലിറ്റ്, എന്നിട്ട് എന്ത് വെച്ചാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്, കോമ വെച്ചിട്ട് കൺസോൾ ലോഗ് ഫ്രൂട്ട്സ് കൊടുത്തു നോക്കാം. അപ്പൊ നമുക്ക് ആപ്പിളും ബനാന ഗ്രേപ്പും എന്തായിട്ടുണ്ട്, അറേ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സ്പേസ് ഇങ്ങനെ കൊടുക്കുകയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നിടത്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഇവിടെ. കോമ സ്പേസ് എന്ന് പറയുന്നത് ഇവിടെ എവിടെയില്ല, മുറിക്കാനില്ല. അപ്പൊ ഇത് ഒറ്റൊരു സ്ട്രിങ് ആയിട്ട് വരും. അപ്പൊ ഒറ്റൊരു സ്ട്രിങ് എന്ത് ചെയ്യും, ആ ഒരു സിംഗിൾ ഐറ്റം ആയിട്ട് അറേയിൽ വരും. ഇത് മിസ്റ്റേക്ക് ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ഞാൻ ഇവിടെ കോമ ഇടാതെ കൊടുത്തു. പക്ഷെ നമ്മൾ ആക്ച്വൽ സ്ട്രിങ്ങിൽ കോമയ്ക്ക് ശേഷം സ്പേസ് ഉണ്ട്, ഇവിടെ സ്പേസ് ഇടാതെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പോഴോ അപ്പൊ വരുന്നത് കറക്റ്റ് കോമന്റ് അവിടെ സ്പ്ലിറ്റ് ചെയ്യും. ആപ്പിൾ എന്ന് പറയുന്ന കോമന്റ് അവിടെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ബനാന കോമ വെച്ച് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഇവിടെ മുതലുള്ളത് എടുത്തു, അതായത് സ്പേസ് മുതൽ എടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് അറിയില്ല, ബനാനന്റെ തൊട്ട് മുമ്പ് സ്പേസ് ഉണ്ട്, ഗ്രേപ്പിന്റെ തൊട്ട് മുമ്പും സ്പേസ് ഉണ്ട്. അപ്പൊ ഇനി അവിടെ സ്പേസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലോ, സ്പ്ലിറ്റ് ചെയ്യുന്നിടത്തും കൂടെ സ്പേസ് ഇട്ട് കൊടുത്താൽ കറക്റ്റ്. അതായത് നിങ്ങൾക്ക് ഏത് ക്യാരക്ടർ വെച്ചാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അതാണ് കറക്റ്റ് കൊടുക്കേണ്ടത്. എന്നിട്ട് ആ ക്യാരക്ടർ നിങ്ങൾക്ക് വരില്ല. എന്താണോ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാരക്ടർ അത് അറിയലുണ്ടാവില്ല. ഇപ്പൊ ഞാൻ പൈപ്പ് എന്ന് പറയുന്നത് നേരെയുള്ള ഒരു ലൈൻ, അതാണല്ലോ എന്റെ ഡിഫറൻഷിയേറ്റർ. അപ്പൊ ആ പൈപ്പ് ആയിരിക്കണം ഞാൻ ഇവിടെ കൊടുക്കുന്നത്, സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്യാരക്ടർ. അപ്പൊ അതും കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിപ്പോ കോമ സ്പേസ് ഇട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോ കണ്ടതാണ് സ്പേസ് വരുന്നത് അല്ലെ, ഒരു ബനാനന്റെയും ഗ്രേപ്പിന്റെയും തുടക്കത്തിൽ സ്പേസ് വന്നു. അതേപോലെ തന്നെ യൂസേഴ്സിന്റെ സൈഡിൽ നിന്നും യൂസേഴ്സ് എന്തെങ്കിലുമൊക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത്, ഇമെയിലൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ തുടക്കത്തിലും അവസാനത്തിലൊക്കെ ചിലപ്പോൾ സ്പേസ് വരും. അവർ ഇന്റൻഷനലി ഇടുന്നതോ അല്ലെങ്കിൽ അറിയാതെ വന്നു പോകുന്ന സ്പേസുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഡാറ്റാബേസുമായിട്ടും അല്ലെങ്കിൽ കണ്ടീഷൻ ചെക്കൊക്കെ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഡാറ്റേന്റെ ഇന്റഗ്രിറ്റി ഉറപ്പുവരുത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ക്യാപിറ്റൽ ആക്കണം, സ്മോൾ ആക്കണമെങ്കിൽ ആക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ സ്പേസ് ഒക്കെ കളയണം എന്നുണ്ടെങ്കിൽ സ്പേസ് കളയണം. അല്ലാതെ ഇപ്പോൾ എനിക്കൊരു മെയിൽ ഉണ്ടെന്ന് വിചാരിക്കും, abc.com, mail@abc.com, അതിൽ ഞാൻ എൻ്റർ ചെയ്തപ്പോൾ സ്പേസ് ഇട്ടു, .com കഴിഞ്ഞിട്ട് സ്പേസും ഇട്ടു. എന്നിട്ട് വീണ്ടും എപ്പോഴെങ്കിലും നമ്മളെ കോഡിൽ അത് ചെക്ക് ചെയ്യുമ്പോൾ ഒരു വേരിയബിൾ ഉള്ളത് സ്പേസ് ഇല്ലാതെയും ഒരു വേരിയബിൾ സ്പേസ് ഉള്ളതുമാണ്. എന്നിട്ട് അത് ഈക്വൽ ടു കമ്പാരിസൺ ചെയ്യാണ്, ഈ യൂസർ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. രണ്ടാമത് ഞാൻ സ്പേസ് ഇല്ലാതെ എൻ്റർ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ കോഡിൽ ജസ്റ്റ് അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതേപോലെ സ്പേസ് ഇട്ട് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തു. ഫസ്റ്റ് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തത് mail@abc.com സ്പേസ്. രണ്ടാമത് വീണ്ടും അതേ മെയിൽ ഞാൻ കൊടുത്തു, പക്ഷെ ഞാൻ സ്പേസ് ഇല്ലാതെയാണ് എൻ്റർ ചെയ്തത്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുമ്പോൾ സിസ്റ്റം പറയും, നിങ്ങൾ പുതിയ യൂസർ ആണ്, പ്രൊസീഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്തെന്ന് പറയും. അത് മിസ്റ്റേക്ക് ആണ്, കാരണം ഞാൻ നേരത്തെ ഒരു മെയിൽ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേ മെയിൽ വീണ്ടും ഉപയോഗിക്കുമ്പോൾ സിസ്റ്റം എന്നെ അലോ ചെയ്യണം. അതൊരു ലൂപ്പ് ഹോൾ ആണ്, ആ ഒരു സോഫ്റ്റ്വെയറിന്റെ മിസ്റ്റേക്ക് ആണത്. അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് ഹാക്കേഴ്സ് ആയാലും മറ്റുള്ളവരായാലും ദുരുപയോഗം ചെയ്ത്, ഓരോ സോഫ്റ്റ്വെയർസിന്റെ ദുരുപയോഗം ചെയ്ത് അതിലൂടെ നേട്ടം ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഡാറ്റാസ് എപ്പോഴും നമ്മൾ ട്രിം ചെയ്ത് കളയണം. സ്പേസ് അപ്പുറത്തും ഇപ്പുറത്തുള്ള ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള സ്പേസ് ട്രിം ചെയ്ത് കളയണം. അതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് ട്രിം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇവിടെ ഹലോ വേൾഡ് കൊടുത്ത് നോക്ക്, തുടക്കത്തിൽ കുറെ സ്പേസ് ഉണ്ട്, അവസാനത്തിലും കുറെ സ്പേസ് ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ആ ഒരു സ്ട്രിംഗ് വേരിയബിൾ ഡോട്ട് ട്രിം ഓഫ് ഒരു ഫംഗ്ഷൻ ആണ്, ഒരു മെത്തേഡാണ്, വിളിച്ചാൽ മതി. എന്നിട്ട് അതിന്റെ റിസൾട്ട് നോക്കി കഴിഞ്ഞാൽ തുടക്കത്തിൽ അവസാനത്തിലുള്ള എല്ലാ സ്പേസും ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു ഫംഗ്ഷനാലിറ്റി, നമുക്കൊരു ഡാറ്റ ഉണ്ട്, നമ്മൾ കണ്ടീഷൻ വരുന്നത് ഈ ഒരു സ്ട്രിങ് എന്തെങ്കിലും നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാർട്ട്സ് വിത്ത് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതും നമുക്ക് സിറ്റുവേഷൻ, നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്നതാണ്. അതായത് ഈ ഒരു ഇയാളെ പ്ലേസ് നെയിം സ്റ്റാർട്ട് വിത്ത് ഇന്നതാണോ, അങ്ങനെയൊക്കെ നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടി വരും. അതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാർട്ട്സ് വിത്ത് എന്ന് നടക്കും. ഇപ്പോൾ എന്റെ സ്ട്രിങ് എന്താണ്, ഹലോ വേൾഡ് തന്നെയാണ്. അവിടെ str ഡോട്ട് സ്റ്റാർട്ട്സ് വിത്ത് ഹലോ, അതായത് ഈ സ്ട്രിങ് ഹലോ വെച്ചിട്ടാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പോലെയാണ് അല്ലെ. അപ്പോ ആണെങ്കിൽ എന്താ, ആണ് യെസ് ഓർ നോ, അതായിരിക്കും നമ്മൾ അതിന്റെ ഒരു മീനിങ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, യെസ് ഓർ നോ ആയിരിക്കും അല്ലെ അതിന്റെ ആൻസർ. അപ്പൊ യെസ് ഓർ നോ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ ടൈപ്പ് എന്താണ്, ബൂളിയൻ ആണ്. അപ്പോ ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും, ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പൊ ഇവിടെ ട്രൂ എന്ന് പറഞ്ഞു, ഹലോ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ആ ഹലോ എന്നുള്ളത് സ്മോൾ ആക്കിട്ടോ.
അപ്പൊ പറയാണ് ഫോൾസ്. ഈ സ്മോൾ സ്ട്രിങ്ങിലുള്ള ഹലോ വെച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്യാപ്സിലുള്ള, അതുകൊണ്ട് തന്നെ ഫോൾസ് വന്നു. ഇങ്ങനെയാണ് നമുക്ക് ഒരു സ്ട്രിങ് വേറൊരു സ്ട്രിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെ എൻഡ്സ് വിത്ത് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. സ്റ്റാർട്ട്സ് വിത്ത്, എൻഡ്സ് വിത്ത്. അപ്പോ സ്റ്റാർട്ട്സ് വിത്ത് ഹലോ നോക്കിക്കഴിഞ്ഞാൽ ഫോൾസ് ആണ്. ഇനി എൻഡ്സ് വിത്ത് എന്താണ്, ആ എക്സ്ക്ലമേഷൻ മാർക്കോ അല്ലെങ്കിൽ വേൾഡ് എക്സ്ക്ലമേഷൻ മാർക്കോ കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രൂ ആയിരിക്കും. ഇതിന്റെ അവസാനം എക്സ്ക്ലമേഷൻ മാർക്കാണ്, അല്ലെങ്കിൽ വേൾഡ് അങ്ങനെ തന്നെ കൊടുത്താലും ഇത് വെച്ചിട്ടാണ് അവസാനിക്കുന്നത്. അവസാനത്തെ പാർട്ട് ഫുൾ ആയിട്ട് കൊടുക്കാം. അപ്പൊ അതിന് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് വരും. ഇതുവരെ നമ്മൾ നോക്കിയത് ഒരു സ്ട്രിങ് വേറൊരു സ്ട്രിങ്ങിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കണ്ടു. നമ്മൾ സ്റ്റാർട്ട്സ് വിത്തോ അല്ലെങ്കിൽ എൻഡ്സ് വിത്തോ ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി. ഇനി അതല്ല, ഈ ഒരു സ്ട്രിങ്ങിൽ എവിടെയെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ട്രിങ് ഉണ്ടോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം. ഉദാഹരണത്തിന് ഈ ഒരു സ്ട്രിങ്ങിൽ WOLR ഈ ഒരു 3 ലെറ്റേഴ്സ് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിപ്പോ നടുക്കാണല്ലോ ഉള്ളത്, തുടക്കത്തിലോ അല്ല അവസാനത്തിലോ അല്ല. അപ്പൊ എൻഡ്സ് വിത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, സ്റ്റാർട്ട്സ് വിത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇൻക്ലൂഡ്സ്. ഇതൊക്കെ ഒരു മീനിങ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് ഹ്യൂമൻസിന് മനസ്സിലാവുന്ന പേര്. അതായത് ഈ ഒരു സ്ട്രിങ് ഇൻക്ലൂഡ്സ് ഈ സ്ട്രിങ്. അപ്പോ ഈ സ്ട്രിങ്ങിൽ എന്താണ് WOR ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് നമുക്ക് ട്രൂ കിട്ടി. WOR എക്സ്ക്ലമേഷൻ ഇങ്ങനെ തൊട്ടടുത്ത് ചേർന്ന് തന്നെ കൊടുത്തു. അപ്പൊ റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഫോൾസ് ആണ്. WOR എക്സ്ക്ലമേഷൻ ഈ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു വേർഡ് ഈ ഒരു സ്ട്രിങ്ങിൽ ഇല്ല. ഇനി എക്സ്ക്ലമേഷൻ മാത്രം കൊടുത്താലോ, അതുണ്ട്, ഇതിലുണ്ട്, അതുകൊണ്ട് ഇത് ട്രൂ ആയിരിക്കും. ഇനി നമുക്കൊരു സ്ട്രിങ്ങില് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പാർട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യണം, വേറെ എന്തെങ്കിലും സ്ട്രിങ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഉദാഹരണത്തിന് ഈ വേൾഡ് എന്ന് പറയുന്നത് മാറ്റിയിട്ട് ഡൂഡ് എന്നാക്കണം. നമുക്ക് എങ്ങനെ ചെയ്യാം? str റീപ്ലേസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുക്കുക. എന്നിട്ട് ആദ്യം ഏത് വേർഡാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ വേർഡ് ഇവിടെ കൊടുക്കുക, വേൾഡ്. എന്നിട്ട് രണ്ടാമത് കൊടുക്കേണ്ടത് ഏത് വേർഡാണ്, പുതിയ വേർഡ് എന്താണോ അത്, ഡൂഡ്. അത് ഹലോ വേൾഡിന് പകരം ഹലോ ഡൂഡ് എന്നായി. എക്സ്ക്ലമേഷൻ മാർക്ക് അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ അടുത്തുള്ള വേൾഡ് ആണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞത്, അത് മാത്രം ചേഞ്ച് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്ട്രിങ്ങില് ഇൻക്ലൂഡ്സ് ഫംഗ്ഷനാലിറ്റിയും അതേപോലെ തന്നെ റീപ്ലേസ് ഫംഗ്ഷനാലിറ്റിയും ഉപയോഗിക്കുന്നത്. ഇനി ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സ്ട്രിങ്ങിലുള്ള ഒരു ക്യാരക്ടറിന്റെയോ അല്ലെങ്കിൽ ഒരു വേർഡിന്റെയോ ഇൻഡെക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇവിടെ എൽ എന്ന് പറയുന്ന ലെറ്റർ ഈ സ്ട്രിങ്ങില് 1, 2, 3 സ്ഥലത്തുണ്ട്. അപ്പൊ ഞാൻ ഇൻഡെക്സ് ഓഫ് ഉപയോഗിച്ച് ഇൻഡെക്സ് ഓഫ് എൽ കൊടുക്കാണ്. അപ്പൊ അതിന്റെ റിസൾട്ട് 2 ആണ്. അപ്പോൾ 0, 1, 2 അതായത് ഫസ്റ്റ് കാണുന്ന ഒരു ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് ഓഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ശ്രദ്ധിക്കണം, എപ്പോഴും നിങ്ങൾ ലോജിക്കൽ തെറ്റാൻ കാരണം ഉണ്ടാകുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാലിറ്റിയും ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കാത്തതുകൊണ്ട് സോഫ്റ്റ്വെയർ മിസ്റ്റേക്ക് വരും. ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് കോടിക്കണക്കിന് നഷ്ടം സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഇൻഡെക്സ് ഓഫ് ഉപയോഗിച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് കാണുന്ന ഇൻഡെക്സ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് ലാസ്റ്റ് ഈ ഒരു ക്യാരക്ടർ ലാസ്റ്റ് ആയിട്ട് ഏത് ഇൻഡെക്സിലാണ് വന്നതെന്ന് അറിയണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കണം. ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 10 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കറക്റ്റ് ആണ്. 10 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയാണ് സ്റ്റാർട്ട് ഇൻഡെക്സ് കാണാൻ വേണ്ടിയിട്ടുള്ള ഇൻഡെക്സ് ഓഫും അതേപോലെ തന്നെ ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് ഫംഗ്ഷനും ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു റിസൾട്ട് ഇല്ലെങ്കിൽ എന്താണ് റിട്ടേൺ ചെയ്തതിലില്ലാത്തൊരു വേർഡ് എന്ന് പറയുന്നത് കെ കൊടുക്കാം അല്ലെ. അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കില്ല, -1 ആണ്. അപ്പൊ നിങ്ങൾ ഉണ്ടോ ഇല്ല എന്ന് അറിയാൻ വേണ്ടി എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ഈ ഒരു ഇൻഡെക്സ് ഓഫ് ആണെങ്കിലും ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് ആണെങ്കിലും അങ്ങനെ ഒരു സ്ട്രിങ് ഇല്ല എന്നുണ്ടെങ്കിൽ -1 ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പൊ നിങ്ങൾ കണ്ടീഷനിൽ ഇഫ് നോട്ട് ഈക്വൽ ടു -1 അങ്ങനെ ആണെങ്കിൽ എന്താണ് അതിൽ ഉണ്ട്, അല്ലെങ്കിൽ അതിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ ഒരു മീനിങ്. ഇനി നിങ്ങൾക്ക് ഒരു സ്ട്രിങ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണം. ഹലോ എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ആണ്, അത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക എത്രയെങ്കിലും തവണ. അപ്പൊ അതിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫംഗ്ഷൻ ആണ് സ്ട്രിങ് ഡോട്ട്. ആ സ്ട്രിങ്ങിൽ റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, എന്നിട്ട് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതും കൂടെ കൊടുക്കാം. ഞാൻ 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ 5 പ്രാവശ്യം ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4, 5 കറക്റ്റ് ആണ്. 5 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തു. അങ്ങനെയാണ് റിപ്പീറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്.
ഇനി അതേപോലെ തന്നെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ട്രിങ് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ, ലെസ് ദാൻ ഈക്വൽ ടു ആണോ, ട്രിപ്പിൾ ഈക്വൽ ടു ആണോ, നോട്ട് ഈക്വൽ ടു ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ട്രിങ്ങിലും ചെയ്യാൻ പറ്റും. അതായത് സ്ട്രിങ് str1 ആപ്പിളും str2 ബനാനയുണ്ട്. ഞാനിത് ചെക്ക് ചെയ്യാണ്. str1 ലെസ് ദാൻ str2. അപ്പൊ അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ആണ് പറയുന്നത്. അതായത് ആപ്പിൾ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണല്ലോ ആദ്യത്തെ ഉണ്ടാവുക, ബനാന എന്ന് പറയുന്നത് എ കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വലുതാണ്, മറ്റേത് ചെറുതാണെന്നുള്ള ആ ഒരു കണ്ടീഷൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ഗ്രേറ്റർ ദാനും അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എല്ലാ കണ്ടീഷൻസും നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്ട്രിങ് കമ്പയർ ചെയ്യുന്നതിനാണ് ലെക്സിക്കൽ കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇനി സ്ട്രിങ്ങിൽ നമുക്ക് ഇൻഡെക്സ് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ അറേ ജാവാസ്ക്രിപ്റ്റിൽ അറിയാണെങ്കിൽ നിങ്ങൾക്ക് ആ അറേയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ലെറ്റ് ഫ്രൂട്ട്സ് ബനാന, അറേയിൽ ബനാന ഉണ്ട്, അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാ ചെയ്യാം, ഫ്രൂട്ട്സ് ഓഫ്, നമുക്ക് ഇൻഡെക്സ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും 0 1, അതായത് 0 ഓൾറെഡി ഉണ്ട് ഇൻഡെക്സിൽ, 1 ഈക്വൽ ടു ഗ്രേപ്പ്. എന്നിട്ട് ഫ്രൂട്ട്സ് കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം. അപ്പൊ അവിടെ ഗ്രേപ്പും കൂടെ ആഡ് ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ സ്ട്രിങ്ങിന്റെ ലെങ്ത് നോക്കണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് str1 ആപ്പിൾ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഉണ്ട്. അപ്പൊ str1 ഓഫ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻഡെക്സ് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞല്ലോ. str1 ഓഫ് 0 അത് പ്രിന്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിലേക്ക് നിങ്ങൾക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. str1 ഓഫ് 0 b എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്ത് ഇനി str1 കൺസോൾ ചെയ്യാം. കൺസോൾ ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ എറർ ഒന്നുമില്ല, പക്ഷെ അത് ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്ട്രിങ് എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആണ്. അതിന്റെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല.